അതുകൊണ്ട് ഈ കുഞ്ഞു തന്നെ എങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, അത് നീ കാണും. റിലേഷൻഷിപ്പില് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട എത്തിക്സ് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളെ പ്ലക്കാൻ പോണാണല്ലോ നിന്റെ കൈ എത്തിക്സ്. എടാ പുരസ്കാരം കിട്ടിയവനെ. അങ്ങനെ സജന കംപ്ലീറ്റ്ലി എക്സ്പോസ് ആയിരിക്കുകയാണ്. അട്ടപ്പട്ടല മൂഞ്ചി എന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ ഫിറോസ് ഖാൻ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് സജിനയും റസൂൽ പൂക്കുറ്റിയുമായുള്ള കോൺവെർസേഷന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ. ഇതുവരെ നമ്മൾ കേട്ട കാര്യങ്ങളൊന്നും അല്ല. ഇതുവരെയുള്ള സജിനയുടെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ കുട്ടിയെ വേണം, അല്ലെങ്കിൽ റസൂൽ പൂക്കുറ്റിയിൽ നിന്ന് 3 കോടി രൂപ വരെ വേണമെന്നായിരുന്നു. പക്ഷെ സംഭവം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, സജിന മുമ്പ് ഫിറോസിനെതിരെ ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇയാൾക്കും ഒരു അഭിഹിതമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകാനുള്ള കാരണം എന്നൊക്കെ. പക്ഷെ അതൊന്നും ശരിയല്ല. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അടക്കം ഇന്നത്തെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ 2 വീഡിയോയിലേക്ക് നമുക്ക് പോകുന്നതിന്റെ മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ് എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. ആദ്യം തന്നെ ഫിറോസ് ഖാൻ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടോക്കാം. അതായത് സജിന പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല എന്നാണ് ഫിറോസ് ഖാൻ വന്ന് പറയുന്നത്. എൻ്റെ ഓരോ ഫ്രണ്ട്സിനെയും സജിന അതായത് ഞാനുമായിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിട്ട് ഓരോ കഥയും അടിച്ചേൽപ്പിക്കുകയാണ്. ഞാനോട്ട് പ്രണയമാണ് അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ എന്നെ സത്യത്തിൽ ഈ വീഡിയോ വന്നപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വീഡിയോസ് അതിന് ഇട്ട കാര്യം തന്നെ. അവർ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് കണക്ക് ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് അവർക്ക് വട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊരു കഥ അടിച്ചേൽപ്പിക്കുകയാണ്. അത് കണക്ക് ഒരു കുട്ടിയെടുത്ത് വിളിച്ച് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് പോക്സ് വരെ എനിക്ക് ചുമത്താനുള്ള പരിപാടികൾ ചോദിച്ചു. അതായത് മകളുടെ പ്രായമുള്ളൊരു കൊച്ചുമായിട്ട് ഞാൻ ആ കൊച്ചിനെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കഥ, ചെറിയ കഥയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ഇവള് കിടന്നുള്ള തത്രപ്പാട്. അങ്ങനെ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അതായത് എനിക്ക് ആരൊക്കെ പരിചയമുണ്ടോ ഇവരെല്ലാം വിളിക്കണം. അപ്പം വിളിച്ചിട്ട് ആ കുട്ടിയെടുത്ത് എനിക്കെതിരെ ഒരു ഓഡിയോ ഇട്ട് തരുമോ എന്നൊക്കെ ഉള്ളത്. ഭാഗ്യത്തിന് ആ കുട്ടിയുടെ മൊബൈൽ റെക്കോർഡ് ആയതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഓഡിയോസും കാര്യങ്ങളും, അതായത് ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും നമ്മൾ സംസാരിക്കുകയോ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇവള് ബന്ധപ്പെട്ടെന്നുള്ള രീതിയിൽ അങ്ങ് ആക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിച്ചിട്ട്, കാരണം എന്തെങ്കിലും ഒരു തെളിവോ ഒരു സംഭവങ്ങളോ എനിക്കെതിരെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് പല കളികളും ഇവിടെ നോക്കി. അതിന് കിടന്ന് കാണിച്ച തത്രപ്പാട്. ഈ വിഷയം പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സജിനയെ വിളിച്ചു. അതായത് ഒരിക്കലും ഇവിടെ ഇത്രയും ക്രിമിനലാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ കള്ളം പറയാൻ പറ്റുമോ ഒരു മനുഷ്യന്, അത് സമൂഹത്തോട്? അത് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലാണ്. അതായത് വീടിൻ്റെ കാര്യം ആയിക്കോട്ടെ, ബൈക്കിൻ്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഫോക്സോ ആയിക്കോട്ടെ, പ്രണയത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ഒരാൾക്കും ലോകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കല്ല് വെച്ച് നോക്കാൻ വന്ന് എന്തൊരു തന്മയത്തോടെ ഇത്രയും നല്ല അഭിനേത്രിയാണ് നമുക്ക് ജീവിതത്തിൽ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നാം തരം കേട്ടോ. അങ്ങനെ അവൾ വന്നത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അപ്സെറ്റായിപ്പോയി. കാരണം ചെറിയ കാര്യമല്ലല്ലോ, ഈ കുഞ്ഞിനെ ബാധിക്കില്ല. കുഞ്ഞിൻ്റെ തന്ത ഇങ്ങനെയുള്ളവരാണെന്നുള്ളത് കള്ളക്കഥയിൽ കൂടിയായാലും ജനം വിശ്വസിക്കത്തില്ലേ. ഞാൻ ഉടനെ സജിനെ വിളിക്കുകയാണ്. ഈ വിളിക്കുമ്പോൾ ഉള്ള രസം എന്ന് പറയുന്നത് നമ്മൾ അപ്സെറ്റായിട്ടാണ് വിളിക്കുന്നത്, മൈൻഡ് ഔട്ടായി നിന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് അവൾ ഓരോ പുതിയ കഥ ഈ മറ്റു പിള്ളേരെയും അവരെയൊക്കെ വിളിച്ചാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ അതായത് ഞാനൊരു കാര്യം ചെയ്തു അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നില്ല, നമ്മളതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ അപ്സെറ്റായി നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം ഓരോ കഥ നമ്മളെ അത് റെക്കോർഡ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാൾ ഇത്രയും വലിയ അലിഗേഷൻ ഇട്ടിട്ട് അയാൾ തകർന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പുതിയ കഥകൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ തർക്കമാണ്. ഞാൻ അന്നേരം പറയുന്നുണ്ട്, സജിന ഈ വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ എവിടെയും തെറ്റ് പറഞ്ഞിട്ടില്ല, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഞാനും വേണമെങ്കിൽ നീ റസൂൽ പൂക്കുട്ട മോൻ രക്ഷിക്കാനല്ലേ, ഞാനും വേണമെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ അത് നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, റസൂലിനെ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്, എങ്കിലും ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ കേസും കൊടുത്തിരിക്കുന്നു ഇവള്. അത് മനസ്സിലാക്കണം. ഞാൻ അവളുടെ ജീവിതത്തിൽ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ഞാൻ തല്ലിയിട്ടില്ല. അപ്പം പലരും പറയും നീ ആ തല്ല് കൊടുത്തില്ലെങ്കിൽ രക്ഷപ്പെട്ടെ. ഒരിക്കലും ഇല്ല. അത് പറയുന്നവർക്ക് പറയാം. അവളിന് എത്ര തല്ലിയാലും ഒരിക്കലും അങ്ങനെ തല്ലിയതുകൊണ്ട് അവളെ കൊന്നാൽ, കാരണം അവൾ തന്നെ കത്തിയെടുത്ത് വെച്ചിരിക്കുകയല്ലേ മരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തല്ലിയാലൊന്നും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ തല്ലുന്നതല്ല എൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. എന്നിട്ടാണ് അവൾ പറയുന്നത് അവൾ മേക്കപ്പ് ഇടുന്നത് ഞാൻ തല്ലിയെന്ന് മറയ്ക്കാനാണെന്ന്. അത് കേൾക്കുന്ന മനുഷ്യർക്ക്, ഈ ചോറുന്നവർക്കത് മനസ്സിലാവും, മേക്കപ്പ് ഇടുന്നതും അതിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒന്ന് ആലോചിക്കണം, എന്ത് വിചിത്രമായ കഥകളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇതാണ് ഈ ഡിവൈൻ ജസ്റ്റിസ് എന്ന്. എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അതിൽ പെട്ട തന്നെയാണ് സജിനയും. എന്തായാലും ഇവിടെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്കാണ് ചളി വാരി എറിയുന്നുണ്ട്. ഫിറോസ് ഖാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഞാനും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമെങ്കിലും അതിനെതിരായ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഫിറോസ് ഖാന്റെ കയ്യിൽ സജിനയും റസൂൽ പൂക്കുറ്റിയുമായുള്ളതിന്റെ വിത്ത് പ്രൂഫ് നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ആ യൂട്യൂബർ അയച്ചു കൊടുത്ത ആ വീഡിയോ വിത്ത് പ്രൂഫോട് കൂടിയാണ് ഫിറോസ് ഖാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് പോവാം. അവളിപ്പം ഏറ്റവും വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന സമയം
സമയമാണ് അവൾ ഒറ്റയ്ക്ക് ചേട്ടാ. അപ്പൊ ഈ അവിഹിതത്തിനൊക്കെ പോകുമ്പോ ഭാര്യ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ ചിന്തിച്ചില്ലേ? ആ സമയത്ത് അതൊക്കെ ഇങ്ങനെ ചിന്തിക്കാല്ലേ? സജിന ഇപ്പൊ തലയിലാവുന്ന് ഉറപ്പായപ്പോ ഭാര്യനെ വേണ്ടി വന്നു. നടക്കട്ടെ, അടുത്തത് കേൾക്കാം. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട്. ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചോയ്ക്ക് സജിന ചേച്ചി, നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്? പ്ലക്കാൻ പോകുമ്പോ പൂക്കുറ്റിക്ക് ഈ വക ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഭാര്യ ഉണ്ട്, കുട്ടികളുണ്ട് എന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സജിനെ ഒഴിവാക്കണം, അതാണ് പൂക്കുറ്റിയുടെ പ്രൈമറി ഓപ്ഷൻ. അടുത്തത് ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിലെല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണോ അന്നേരം? എങ്ങനെയൊന്നും അല്ലാന്നാണ് പൂക്കുറ്റി ചേട്ടാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഭാര്യ ഇല്ലാണ്ട് വേറെ ഒരാളുടെ കൂടെ പോകുമ്പോ സേഫ്റ്റി ഉപയോഗിക്കണം എന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ലേ? അതുപോലും അറിയാത്ത ഒരാൾക്കാണല്ലോ രാജ്യം അവാർഡ് കൊടുത്ത് സ്വീകരിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് സുഹൃത്തുക്കളെ. അടുത്തത് പറഞ്ഞല്ലോ നിങ്ങള്, അത് സജിന നിർബന്ധിച്ച് ഉമ്മ, ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നെന്ന് പറഞ്ഞു. സജിനയുടെ ഉമ്മ എടുത്തോ? അപ്പൊ സജിനയുടെ ഉമ്മ കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണോ അത്? എടാ, അവിഹിതത്തിനൊക്കെ കുടുംബം കൂട്ടി നിൽക്കേ. ഇതൊക്കെ ഏത് യൂണിവേഴ്സടാ? പല ജാതി ഉമ്മമാരെ നമ്മള് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒന്നും ആദ്യമായിട്ടാ. അടുത്തത് മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കാണുന്നു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പിടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരു ആണുമായിട്ട് ഇല്ലാതാണ്. എന്തായാലും ആ കാര്യത്തിൽ സജിന ചേച്ചിനെ വിശ്വസിക്കാം. അവിഹിതങ്ങൾക്ക് പോവെങ്കിലും ഒരു അവിഹിതം നിൽക്കുമ്പോ വേറെ ഒന്നിക്ക് അറ്റ് എ ടൈം എന്തായാലും പോവില്ല. പൂക്കുറ്റി മാമന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോ സജിനേനെ ഒന്ന് പ്ലക്കണം, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇജാതി വാണങ്ങളൊക്കെയാണല്ലോ രാജ്യം പുരസ്കാരം കൊടുത്ത് സ്വീകരിച്ചത്. എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് അവിടെ നിന്ന് സംസാരിച്ചു, നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണല്ലോ ആ സംസാരം ഹീറോസ് പറഞ്ഞല്ലോ. ഞാനിപ്പോ എന്റെ മെസ്സേജ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളുടേതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നു, അതിനുള്ള റിസൾട്ട് ഞാൻ അത് വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നാളെ നിങ്ങൾ അതും പറയും. ഇല്ല, കുട്ടി റസൂൽ പൂക്കുറ്റിയുടെ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സജിന അറ്റ് എ ടൈം ഒരിക്കലും വേറെ അവിധത്തിന് പോവില്ല. ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞതിന് അടുത്തത്, അത് കഴിഞ്ഞതിന് അടുത്തത്, അങ്ങനെ ഒരു പ്രയാണം. ഡോറയുടെ പ്രയാണം എന്ന് പറയുന്ന പോലെ സജന ചേച്ചിയുടെ പ്രയാണം. അല്ലാതെ അറ്റ് എ ടൈം രണ്ടാൾക്കാരെ നോക്കുന്ന ആളൊന്നും അല്ല സജന ചേച്ചി. ആ കാര്യത്തിൽ പ്യുവർ ആണ്, അത് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ കുട്ടി പൂക്കുറ്റിയുടെ തന്നെ, അത് ഉറപ്പിച്ചു. അതും പറയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം സംസാരിച്ചിട്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. ഓക്കെ, എല്ലാവരും സംസാരിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ എന്നോട് ഈ കാര്യം പറയുന്നത്. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ? നീ അങ്ങനെ നിങ്ങൾ കുഞ്ഞു പോയെന്നോ? അത് ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി കിട്ടാൻ വേണ്ടിട്ടോ, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിട്ടോ? സങ്കടം അല്ലല്ലോ എന്തായാലും വരാൻ പോകുന്നത് അതിനകത്ത്. ആ കുഞ്ഞു പോയെന്നുള്ള സങ്കടത്തില് റസൂൽ പൂക്കുറ്റി കിടന്ന് കരയല്ലോ. പിന്നെ കുഞ്ഞു പോയേന് റസൂൽ പൂക്കുറ്റി കിടന്ന് കരയേ? ആള് പടക്കം പൊട്ടിച്ചിട്ടുണ്ടാവും വീട്ടില്. ഒന്ന് അബോട്ടായി പോയപ്പോ ഒരു റോക്കറ്റ് വിട്ടു, 2 അബോട്ടായി പോയപ്പോ ഒരു നിലച്ചക്രം കറക്കി, 3 അബോട്ടായി പോയപ്പോ ഒരു പൂക്കുറ്റി വിട്ടു. അതേപോലെ ആള് വീട്ടിൽ കിടന്ന് അർമാദിച്ചിട്ടുണ്ടാവും. ഉദ്ദേശം ഒന്ന് തുടിക്ക പ്ലക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെന്തായാലും ഉണ്ടാകുന്നില്ലല്ലോ അവിടെ. അതിന്റെ ഇടയ്ക്കും ഈ കുഞ്ഞ് പോകുന്നതിന്റെ ഇടയ്ക്കും ഞങ്ങൾ ചോദിച്ചത്, ഞാനും എന്നമ്മയും കൂടെ, ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വേണം. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഞാൻ അന്ന് പറഞ്ഞേനെ, അന്നേരം നിങ്ങൾ അപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞേനെ എന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യു എയിൽ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ്, കുഞ്ഞിന് ഇത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എന്റെ വീട്ടിൽ നിന്നാലും എന്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എന്റെ വീട്ടുകാർ പറയുന്നത്
അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക് എന്ന് തന്നെയാണ് നിങ്ങൾ കില്ലർ പൂക്കുറ്റി, വാട്ട് ആർ യു ഡൂയിങ്? കേരള സർക്കാർ വരെ പറയുന്നുണ്ട് യൂസ് പ്രൊട്ടക്ഷൻ ഫോർ യുവർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അഥവാ HIV പോലത്തുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പൂക്കുറ്റിക്ക് ഇതൊന്നും ആവശ്യമില്ല, എടുത്ത് എറിയ, പണി തുടങ്ങുക, എന്നിട്ട് ഇതേപോലെ ഒരു ഒപ്പിച്ച് വെക്കുക, നാട്ടുകാരുടെ മുമ്പിൽ നാറുക. സബാഷ് ബേട്ട. അടുത്തത് കാണിക്കുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞ് തന്നെ നീ എങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, അത് നീ കാണും. റിലേഷൻഷിപ്പില് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട എത്തിക്സ് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളെ പ്ലക്കാൻ പോണാണല്ലോ നിന്റെ കൈ എത്തിക്സ്. എടാ പുരസ്കാരം കിട്ടിയവനെ എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എന്റെ കൂടെ വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നു? എങ്ങനെ അണ്ണന്റെ സേഫ്റ്റി നോക്കുക? അണ്ണനെ അതിനൊന്നും സമയമില്ല ഗൈസ്, വേഗം പരിപാടി ഒപ്പിക്കണം, പോണം. ദൈവം അറിഞ്ഞിട്ട പേരാ റസൂൽ പൂക്കുറ്റി. അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോ പോലും എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിന് എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത് എനിക്കത്. എന്റെ പൊന്നു മോളെ, അതിനൊക്കെ ഈ അള്ളാനെ പിടിച്ചിടേണ്ട ആവശ്യമുണ്ടോ? ആ ചങ്ങായി അവിടെ ഇരുന്നോട്ടെ. ആ വിഹിതത്തിന് പോകുന്നതിനും അള്ളാ വന്നിട്ട് നിന്നെ രക്ഷിക്കുന്നാണോ പറയുന്നത്? അങ്ങനെയുള്ള ഒരു അള്ളാനെ എനിക്കൊന്ന് കാണണല്ലോ എന്നാ. എന്തായാലും ഇത്രയും പ്രൂഫും കാര്യങ്ങളൊക്കെ ഫിറോസ് ഖാൻ പുറത്തു വിട്ടതിന് ശേഷം സജിനെ വെറുതെ ഇരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അടുത്ത വേൾഡ് വാർ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.